ബംഗ്ലാദേശിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലിയുർ റഹ്മാൻ ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കരയുന്നു. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്താം, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അനാവശ്യമായ നടപടിയൊന്നും ഉണ്ടാകരുത്. എങ്ങനെയാണ് ശത്രുതാ രാജ്യം എന്ന നിലയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിലെ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ത്യയിലേക്ക് വന്നത്? വളരെ നിർണായകമാണ് ഈ നീക്കം. ശരിക്കും പറഞ്ഞാൽ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ബംഗ്ലാദേശിലെ സുരക്ഷാ ഉപദേഷ്ടാവായ ഖലിയുർ റഹ്മാൻ 19-ാം തീയതി രാവിലെ ഇന്ത്യയിലേക്ക് എത്തണം. എന്നാൽ തൊട്ട് തലേ ദിവസം അടിയന്തരമായി ഇന്ത്യയിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബംഗ്ലാദേശിന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ പുലർച്ചെ ഖലിയുർ റഹ്മാൻ ഇന്ത്യയിൽ എയർപോർട്ടിൽ വന്നിറങ്ങുകയാണ്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഖലിയുർ റഹ്മാനെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലും മറ്റു ഉദ്യോഗസ്ഥരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ശരിക്കും ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാൻ ഇപ്പം ഇന്ത്യയും ബംഗ്ലാദേശും ശരിക്കും കൊളംബോ സെക്യൂരിറ്റി കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാൽദ്വീപ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സാണ് വരേണ്ടത്. അവരൊക്കെ വരുന്നതിനു മുമ്പ് ഖലിയുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെ ഇന്ത്യയിലെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് പറയുന്നത് ഏത് ശക്തിക്കെതിരായിട്ടാണെങ്കിലും കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കും. ഇത് വളരെ കൃത്യവും വ്യക്തവുമായ മുന്നറിയിപ്പാണ്. എന്തിനാണ് ബംഗ്ലാദേശിന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്? അതായത് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനത്തിൽ ബംഗ്ലാദേശിലെ ചില ഡോക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഉക്കാസ എന്ന് പറയുന്ന ഒരു കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ഗൂഢവ്യക്തി ചില മീറ്റിങ്ങുകൾ നടത്തിയത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആൾക്കാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെല്ലാം തന്നെ ബംഗ്ലാദേശിലാണ്. കൂടാതെ ഇവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ചില ആളുകളെ ബംഗ്ലാദേശിൻ്റെ ഗ്രാമങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കൂടാതെ ഇന്ത്യ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം നടത്തിയാൽ 50,000-ഓളം യുവാക്കളെ ബംഗ്ലാദേശിൽ അണിനിരത്തി അതിനെ തടയുമെന്ന് ഒരു നേതാവ് പരസ്യ പ്രസ്താവന നടത്തി. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അജിത് ഡോവൽ ചോദ്യം ചെയ്യുന്നു. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ബംഗ്ലാദേശിനെ അടർത്തി മാറ്റി ഒരു രാജ്യമാക്കി കൊടുത്തത് ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ 24 മണിക്കൂർ സമയം മതി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ. ഇതാണ് ഖലിയുർ റഹ്മാൻ്റെ അടുത്ത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാൾ പേടിച്ചു പോയി. കാരണം കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പ് വരണമെന്ന് പറയുന്നു. വളരെ പെട്ടെന്ന് അടച്ചിട്ട മുറിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇന്ത്യയിലെ മന്ത്രിമാരോ മറ്റുള്ളവരോ ഒന്നും പങ്കെടുക്കാതെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ നേരിട്ട് പറയുന്നു. അപ്പം ഡോവലിനെ കുറിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ കൃത്യമായ ധാരണയുണ്ട്. പറയുന്നത് കൃത്യമായിട്ട് ചെയ്യും, തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ ചാണക്യനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏതാണ്ട് 50 വർഷത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഒരു യുദ്ധക്കപ്പൽ ബംഗ്ലാദേശ് തുറമുഖത്ത് അടുത്തു. 4 ദിവസത്തെ സന്ദർശനത്തിനാണ് വന്നതെന്ന് പറയുന്നു. ആ യുദ്ധക്കപ്പൽ ശരിക്കും പറഞ്ഞാൽ ഈ സമുദ്രമേഖലയിൽ പാകിസ്ഥാന് ചില ആധിപത്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് നമ്മുടെ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സുരക്ഷാ മേഖലയെക്കുറിച്ചുള്ള അവബോധം, ഭീകരവാദത്തിനെതിരായ പോരാട്ടം, ദുരന്ത പ്രതികരണം എന്നിവ ചർച്ച ചെയ്യാനായിട്ടാണ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് 7ാം എഡിഷൻ നമ്മൾ ഡൽഹിയിൽ വെച്ച് കൂടാൻ തീരുമാനിച്ചത്. അതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കണം. അതായത് ഷേഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഈ ഖലിയുർ റഹ്മാൻ 2025 ഏപ്രിൽ 9-നാണ് ആ പദവിയിലേക്ക് എത്തുന്നത്. ആ പദവിയിൽ എത്തിയത് മുതൽ തന്നെ അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ മികച്ച നയതന്ത്ര മുഖമായി മാറുകയും ചെയ്തു. ഇതാദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. മാത്രമല്ല ഇവിടെ വരുന്നതിന് മുമ്പ് റോഹിംഗ്യൻ വിഷയത്തിൽ മുഖ്യ ഉപദേഷ്ടാവിൻ്റെ ഉന്നത പ്രതിനിധി എന്ന പദവിയിലായിരുന്നു ഈ ഖലിയുർ റഹ്മാൻ സേവനമനുഷ്ഠിച്ചത്. അതിനു മുമ്പ് മ്യാൻമറിലെ റഖൈൻ പ്രവിശ്യയിലെ സാധാരണക്കാർക്ക് മാനുഷ്യ സഹായം നൽകുന്നതിന് വളരെ കാലമായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. കൂടാതെ സംഘർഷമൊക്കെ ഒഴിവാക്കി മാനുഷിക ഇടനാഴി എന്ന നിർദ്ദേശത്തിൻ്റെ ആദ്യകാല വക്താക്കളിൽ ഒരാളും ഈ ഖലിയുർ റഹ്മാനാണ്. ബ്രിട്ടൻ, അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ബംഗ്ലാദേശിൻ്റെ നയതന്ത്ര ഇടപെടലൊക്കെ നടത്തുന്നത് ഖലിയുർ റഹ്മാൻ വഴിയാണ്. അതുകൊണ്ടാണ് അജിത് ഡോവൽ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത് ഈ ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾ കഴിഞ്ഞ കുറച്ച് മാസമായി ഇന്ത്യയോട് എടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഏത് വലിയ ശക്തിയാണെങ്കിലും തിരിച്ചടി ഉടനുണ്ടാകും. ഇവിടെ പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രാജ്യമാണ് ബംഗ്ലാദേശ്. അത്
ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ കാലം മുതൽ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനി അവിടുത്തെ ആദ്യത്തെ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ഷേഖ് ഹസീനയുടെ പിതാവ് കൂടിയാണ്. ഇവരുടെ ഒന്നും കാലത്ത് പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്തിന്? പിന്നീട് വന്ന BNP വരുമ്പോഴും പാകിസ്ഥാൻ ഭരണകൂടത്തെ അവർ അടുപ്പിച്ചില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? പാകിസ്ഥാൻ നേവിക്ക് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിൽ ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ടാകണം. ഇന്ത്യ കാലങ്ങളായിട്ട് കുത്തകയാക്കി വെച്ചിരുന്ന പരമ്പരാഗതമായി അടക്കി ഭരിച്ചിരുന്ന മേഖലയിലേക്ക് പിൻവാതിലൂടെയെങ്കിലും കയറിപ്പറ്റണം. ഇതാണ് അവരുടെ ശ്രമം എന്ന് പറയുന്നത്. അങ്ങനെ പാകിസ്ഥാൻ നേവിയുടെ ചീഫായിട്ടുള്ള അഡ്മിറൽ നവീദ് അഷ്റഫ് ബംഗ്ലാദേശ് സന്ദർശിക്കാനായിട്ട് എത്തുന്നു. ഒപ്പം PNS സെയ്ഫ് എന്ന് പറയുന്ന അവരുടെ യുദ്ധക്കപ്പലും എത്തുന്നു. ആ യുദ്ധക്കപ്പൽ ബംഗ്ലാദേശ് തുറമുഖത്ത് അടുക്കാൻ അനുവാദം നൽകിയത് എന്തിന്? ഇതാണ് ഇന്ത്യ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ സുരക്ഷാ മേഖല സംബന്ധിച്ച് അതുപോലെ തന്നെ സുപ്രധാന കാര്യങ്ങളിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത സഹകരണം ഇവയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിനപ്പുറത്തേക്ക് പ്രാദേശികമായ സുരക്ഷ വർദ്ധിപ്പിക്കൽ, പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ, സമുദ്ര സുരക്ഷ, ഭീകരവാദം, തീവ്രവാദം എന്നിവയെ നേരിടൽ, ഇതിലൊക്കെ നിർണായകമായ ഇടപെടൽ നടത്തണം. അപ്പോൾ ബംഗ്ലാദേശിനോട് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് പാകിസ്ഥാൻ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും അവരുടെ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ഇപ്പോൾ സാധിക്കുന്നില്ല. അതിന് ബംഗ്ലാദേശിനെ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയാണ് പാകിസ്ഥാനിലെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ബലൂജിനെ രക്തരൂഷിതമാക്കിയാൽ അല്ലെ രക്തത്തിൽ കുളിപ്പിച്ചാൽ ചെങ്കോട്ട മുതൽ കാശ്മീർ വരെ ഞങ്ങൾ ആക്രമിക്കും. അതാണിപ്പോൾ സംഭവിച്ചത്. പറഞ്ഞത് ചൗധരി അൻവറുൽ ഹക്ക് എന്ന് പറയുന്ന POKയിലെ നേതാവാണ്. കൂടാതെ മസൂദ് അസറുണ്ട്, നമ്മുടെ പ്രഖ്യാപിത ശത്രുവാണ്. മസൂദ് അസർ പറയുന്നത് ഞാൻ വലിയ സമ്പന്നനാണ്, ഇലോൺ മസ്കിനേക്കാൾ മാർക്ക് സക്കൻബർഗിനേക്കാളൊക്കെ വലിയ സമ്പന്നൻ ഞാനാണ്, ധാരാളം പണം എൻ്റെ പക്കൽ കുമിഞ്ഞുകൂടുന്നുണ്ട്, അതുപയോഗിച്ച് എനിക്ക് തോക്കുകൾ ആയുധങ്ങളെല്ലാം തന്നെ വാങ്ങാം. കൂടാതെ ഞങ്ങൾ ജിഹാദി പ്രവർത്തനങ്ങൾക്കായിട്ട് വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നു. അവർ കൊല്ലപ്പെട്ട് കല്ലറയിലേക്ക് പോയാൽ അവിടെ നിന്ന് നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുകയും ഇത്തരം നീക്കങ്ങൾക്ക് ഗൂഢാലോചന നടത്താൻ ബംഗ്ലാദേശ് അവസരമൊരുക്കുകയും ചെയ്തതുകൊണ്ടാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിനുള്ള വാണിംഗ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് സർക്കാരിനോട് പറയുക, അല്ലെ സർക്കാരിൻ്റെ നിലപാടുകൾ തിരുത്തണമെന്ന് പറയുക. ഇതാണ് ഖലിയൂർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ നമ്മൾ വിളിച്ചു വരുത്തി പറഞ്ഞത്. പറയുകയല്ല, നമ്മൾ ഭീഷണിപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ NSAക്ക് നമ്മുടെ കാല് പിടിക്കേണ്ടി വരുന്നു, കരയേണ്ടി വരുന്നു. കാരണം ഇന്ത്യ അങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതെയായി പോകും. ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്തിനാണ്? അപ്പോൾ ഈ ഡൽഹിയിൽ ഈ ഖലിയൂർ റഹ്മാൻ വന്നുവെന്നും അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ കാത്തിരുന്നത് ആഴത്തിലുള്ള ചില കൂടിയാലോചനകളാണെന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ നേരിടാനും രാജ്യാന്തര സംഘടിത കുറ്റകൃത്യങ്ങളെ എതിർക്കാൻ സൈബർ സുരക്ഷയ്ക്ക് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തിന് മാനുഷിക സഹായത്തിനെല്ലാം തന്നെ ഈ പറയുന്ന കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൽ കൃത്യമായ തീരുമാനങ്ങളുണ്ടാവും. ആ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശിലെയും മൗറീഷ്യസിലെയും ശ്രീലങ്കയിലെയും ഇന്ത്യയിലെയും മാൽദ്വീപിലെയും ഒക്കെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് വരുന്നുണ്ട്. അവിടെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ഖലിയൂർ റഹ്മാൻ ഓർക്കും. കാരണം എത്ര വലിയ ശക്തിയാണെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പോൾ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാന് വഴിവിട്ട സഹായങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് വളരെ നിർണായകമാണ്. എന്തായാലും ദക്ഷിണേഷ്യയുടെ കിഴക്കൻ ജലാശയങ്ങളിൽ സംശയാസ്പദവും പ്രധാനപ്പെട്ടതുമായ ഒരു ഭൗമ രാഷ്ട്രീയം രൂപപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യയിലെ അജിത് ഡോവൽ ബംഗ്ലാദേശിലെ ഖലിയൂർ റഹ്മാനെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടാണ് PNS സെയ്ഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനി ഞങ്ങൾ ഉൾക്കൊള്ളില്ല. അടച്ചിട്ട വാതിലിൽ നടന്ന ചർച്ചയുടെ വിവരങ്ങൾ നിങ്ങൾ നേരിട്ട് സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ ഈ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചു കൊള്ളണം. അവിടെ നിന്നായിരിക്കണം അടുത്ത തീരുമാനം ഉണ്ടാകേണ്ടത്. അതായത് ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിന് ഇന്ത്യൻ തിരിച്ചടി ഉടനുണ്ടാകും. അതിൽ ഈ ബംഗ്ലാദേശ് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് നേരിട്ട് വിളിച്ചു വരുത്തി മുന്നറിയിപ്പ് നൽകുന്നു. ഇതാണ് അജിത് ഡോവലിൻ്റെ തന്ത്രം. ഇതിനു മുന്നിൽ പതറിപ്പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഖലിയൂർ റഹ്മാൻ എന്ന് പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ 9 മാത്രം ആ പദവിയിലേക്ക് എത്തിയ ഈ ഖലിയൂർ റഹ്മാന് അജിത് ഡോവലിൻ്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും ഇനി ബംഗ്ലാദേശിന് നേരെ എന്നുള്ളത് ഒരു പക്ഷേ ഈ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന് ശേഷം വ്യക്തമായി ലോകത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുമെന്നാണ് കരുതപ്പെടുന്നത്.